പുതുവർഷ യാത്രയ്ക്കിനി ചിലവേറും. രാമനാട്ടുകര മുതൽ വെങ്ങളം വരെയുള്ള കോഴിക്കോട് ബൈപ്പാസിൽ പുതുവർഷ ടോൾ പിരിവ് ആരംഭിക്കുന്നു. ടോൾ നിരക്ക് നിശ്ചയിച്ചു. അടുത്ത ദിവസം വിജ്ഞാപനം പുറത്തിറങ്ങും. വിജ്ഞാപനത്തിന് അംഗീകാരവുമായിട്ടുണ്ട്. പ്രസിദ്ധീകരിച്ചാൽ ജനുവരി 1 തന്നെ ടോൾ പിരിവ് തുടങ്ങുമെന്നും അതിനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നതെന്നും ദേശീയപാത അതോറിറ്റി അധികൃതർ വ്യക്തമാക്കി. പ്ലാസയുടെ 20 കിലോമീറ്റർ പരിധിയിലുള്ളവർക്ക് 340 രൂപയുടെ പാസ് എടുത്താൽ ഒരു മാസം മുഴുവൻ എത്ര തവണ വേണമെങ്കിലും യാത്ര ചെയ്യാം. പാസ് തിങ്കളാഴ്ച മുതൽ ടോൾ പ്ലാസകളിൽ നിന്ന് വിതരണം ചെയ്യും. ഇതിനുള്ള രേഖകൾ ഹാജരാക്കണം. നാഷണൽ പെർമിറ്റ് അല്ലാത്ത കോഴിക്കോട് ജില്ലയിൽ രജിസ്റ്റർ ചെയ്ത കൊമേഴ്ഷ്യൽ വാഹനങ്ങൾക്കും ഇളവുണ്ട്. മഹാരാഷ്ട്ര ആസ്ഥാനമാക്കിയുള്ള ഹുളി എന്ന കമ്പനിയാണ് ടോൾ പിരിവ് നടത്തുന്നത്. 3 മാസത്തേക്കാണ് അവരെ നിയോഗിച്ചത്. അതുകഴിഞ്ഞാൽ പുതിയ ടെൻഡർ ക്ഷണിക്കും. അപ്പോൾ ടോൾ നിരക്കും മാറ്റം വരും. 1 വർഷത്തേക്കാണ് പുതിയ ടെൻഡർ നൽകുക. ടോൾ പ്ലാസയിൽ 24 മണിക്കൂറും ഡോക്ടർ ഉൾപ്പെടെയുള്ള മെഡിക്കൽ സംഘത്തിന്റെ സേവനവും ഉണ്ടാകും. 2 ആംബുലൻസുകൾക്ക് പുറമെ വാഹനങ്ങൾ ബൈപ്പാസിൽ എവിടെയെങ്കിലും അപകടത്തിൽപ്പെട്ടാൽ തൽക്കാലം അറ്റകുറ്റപ്പണി നടത്താനുള്ള വാഹനവും പ്ലാസയിലുണ്ട്. വാഹനാപകടങ്ങളും മറ്റ് നിയമലംഘനങ്ങളും കണ്ടെത്താനുള്ള ക്യാമറകൾ പാതയിലുടനീളം സ്ഥാപിച്ചിട്ടുമുണ്ട്. ടോൾ പ്ലാസയിലാണ് അതിന്റെ കൺട്രോൾ റൂം. വാഹനാപകടമുണ്ടായാൽ വിവരം കൺട്രോൾ റൂമിലെ മൊബൈൽ ആപ്പിൽ ലഭിക്കുന്ന വിധത്തിലാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. തലശ്ശേരി മാഹി ബൈപ്പാസിൽ തിരുവങ്ങാട് മാത്രമാണ് ഇപ്പോൾ ടോൾ പിരിവ് തുടങ്ങിയത്. രാമനാട്ടുകര കുറ്റിപ്പുറം റീച്ചിൽ വെട്ടിച്ചിറയിലും ടോൾ പ്ലാസ സജ്ജമായിട്ടുണ്ട്. അഴിയൂർ വെങ്ങളം റീച്ചിൽ അഴിയൂരിലാണ് ഈ മേഖലയിലെ മറ്റൊരു ടോൾ പ്ലാസ വരുന്നത്. കോഴിക്കോട് ബൈപ്പാസിൽ 6 വരിപ്പാത പൂർണ്ണമായി നേരത്തെ തുറന്നു കൊടുത്തിട്ടുണ്ട്. മലാപ്പറമ്പിൽ 2 ആഴ്ചയ്ക്കകം സർവീസ് റോഡിന്റെ പണി പൂർത്തിയാകും. ഹൈലൈറ്റ് മാളിനും മെട്രോമെഡ് ആശുപത്രിക്ക് സമീപത്തും സർവീസ് റോഡിന് സ്ഥലം വിട്ടുകിട്ടാനുണ്ട്. ഇതോടൊപ്പം ബൈപ്പാസിൽ പുഴയ്ക്ക് കുറുകെയുള്ള 4 പാതകളുടെ വീതി കൂട്ടൽ പുരോഗമിക്കുന്നുണ്ട്. മാമ്പുഴ പാലത്തിന്റെ പണി പൂർത്തിയായി. ദേശീയപാതയിൽ ഇരുചക്ര വാഹനങ്ങൾക്കും മുച്ചക്ര വാഹനങ്ങൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് ദേശീയപാത അതോറിറ്റി അധികൃതർ വ്യക്തമാക്കി. പുഴയ്ക്ക് കുറുകെയുള്ള ഭാഗങ്ങളിൽ സർവീസ് റോഡുകളില്ല. അത്തരം സ്ഥലങ്ങളിൽ മാത്രമേ 6 വരി പാതയിലേക്ക് ഇരുചക്ര വാഹനങ്ങളും മുച്ചക്ര വാഹനങ്ങളും പ്രവേശിക്കാവൂ.